के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है। ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले. സംഗീത വൈവിധ്യങ്ങളുടെ സമാനതകളില്ലാത്ത വേദിയാണ് ഖയാൽ. ഖയാലിൻ്റെ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത കർണാട്ടിക് സിംഗർ, സിനിമാ സംഗീത സംവിധായകൻ ശ്രീവത്സൻ ജെ മേനോൻ. ശ്രീവത്സൻ സർ, വെൽക്കം ടു ഖയാൽ. ആദ്യമായിട്ട് ഞാൻ ബാൻഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. സുശാന്തിനെ അറിയാലോ, നാട്ടിൽ നിന്ന് തന്നെയാണ്. രോഹൻ ബോംബെ, നമസ്കാരം. വിശാൽ അഗൈൻ ഫ്രം ബോംബെ, അമിത് ബോംബെ ആൻഡ് തനൂജ് ഫ്രം കാലിക്കറ്റ്. ഇവരാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. ഗംഭീര മ്യൂസിഷ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വന്ന് പാടിയാൽ മതി. എക്സലൻറ്റ് ഇംപ്രവൈസേഷൻസ്. അത് മാത്രമല്ല സീസൺഡ് ആയിട്ടുള്ള ഗസൽ സിംഗേഴ്സ്, ഗുലാം അലി ജി, പങ്കജുദാസ്, ഇവർക്കൊക്കെ വേണ്ടി റെഗുലറായി വായിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ. അപ്പം സന്തോഷം ഒരു മലയാളം ടെലിവിഷനിൽ ഇവർ വന്ന് വായിക്കുന്നത്. I'm also honored that I'm with you. Thank you so much. സാറ്, എല്ലാവർക്കും അറിയാം, സാറ് വളരെ എന്താ പറയുക, എത്രയോ വർഷങ്ങളായിട്ട് കർണാട്ടിക്കിൽ സാറിൻ്റെതായിട്ടുള്ള വലിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് കർണാട്ടിക് മ്യൂസിഷ്യൻസ് വി ഹാവ്. അതിനോടൊപ്പം തന്നെ എത്രയോ നല്ല ഫിലിംസ് ചെയ്തു. ഇപ്പം ലേറ്റസ്റ്റ് സോപാനം അല്ലേ, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള അമൽ പാടിയിട്ടുണ്ട് അതിൽ. ഞാൻ അമലിൻ്റെ അടുത്ത് ഇടയ്ക്ക് പോകാറുണ്ട്, കോഡ്സൊക്കെ ഹെൽപ്പിനും ഒക്കെയാണ്. അപ്പം എൻ്റെ ഒരു ഗുരു കൂടിയാണ് അമൽ. അപ്പം അമലാണ് എന്നെ ആദ്യം ഈ പാട്ട് കേൾപ്പിച്ചു തന്നത്. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഫിലിം കമ്പോസിങ് ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി, അപ്പാർട്ട് ഫ്രം കർണാട്ടിക്? 2008 ഞാൻ ഫിലിം കമ്പോസിങ് തുടങ്ങിയത്. മൈ മദേഴ്സ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പിൽ വളരെ ഗംഭീര പാട്ടുകളായിരുന്നു, എല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകളാണ്. മെയ് മാസമേ എന്നുള്ള പാട്ടൊക്കെ. അപ്പം ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്തതാണോ ഫിലിമിൽ കമ്പോസ് ചെയ്യണം, അതോ ഇത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണോ? അല്ല, സിനിമ സംഗീതം ഇഷ്ടമായിരുന്നു, സിനിമ ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷെ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രൂപേഷ് ഈ സിനിമയിലേക്ക് വിളിക്കണേ. ഇതിന് മുമ്പത്തെ ഒരു ആൽബത്തിന് റിവ്യൂ ചെയ്തുകൊണ്ട് അന്ന് ഇന്ത്യ ടുഡേയിലായിരുന്നു രൂപേഷ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വന്നു, അതിനെപ്പറ്റി അദ്ദേഹം തന്നെ എഴുതി. അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് ഈ ലാപ്ടോപ്പ് എന്നുള്ള സിനിമ അദ്ദേഹം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ അതിലേക്ക് ക്ഷണിക്കപ്പെടുക ചെയ്തത്. അപ്പം എന്ത് തോന്നി, ഒരു പ്യോറിസ്റ്റിക് കർണാട്ടിക് മ്യൂസിക് അത് അറിയാമല്ലോ, വളരെ ട്രഡീഷണലി ബൗണ്ട് ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ് കർണാട്ടിക് മ്യൂസിക്. ട്രഡീഷൻസിൽ നിന്ന് അധികം നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. ഒരു ഫ്രെയിം വർക്കിൽ ഓഫ് കോഴ്സ് അതിലൊരുപാട് ക്രിയേറ്റിവിറ്റിക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷേ എന്നാൽ ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗെദർ. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് വാസ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ യു ഓർ എങ്ങനെയായിരുന്നു? നോട്ട് അറ്റ് ഓൾ. കാരണം ഞാൻ രണ്ടും വളരെ ശ്രദ്ധാപൂർവം നോക്കിയിരുന്ന ഒരു ആളാണ്. കർണാടക സംഗീതം പാടുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി കീപ്പ് ചെയ്യുക. പക്ഷേ സിനിമാ സംഗീതം ചെയ്യുമ്പോൾ സിനിമയുടെ ഫങ്ഷണലായിട്ടുള്ള ഒരു റോളാണ് സംഗീതത്തിനുള്ളത്. അത് ആ ഡയറക്ടർ എങ്ങനെയാണോ നമ്മളോട് പറയണത് അതുമാതിരി തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമ്മളൊരു പ്യൂരിറ്റാനിസം കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല. അതതിൻ്റെ ധർമ്മമല്ല. രണ്ടിലും ഈക്വലി ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അത് രണ്ടും ഭംഗിയായിട്ട് നമ്മളെ കൊണ്ടാവും വിധം ചെയ്യാൻ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ. അതിൽ ഖയാലിൽ സാധാരണ ഞാൻ ഒരു ഗസൽ പാടിയിട്ടാണ് തുടങ്ങാറ്. അപ്പോൾ ഇത് മെഹദി ഹസൻ സാറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗസലാണ്, ഫിലിമിലും കൂടിയുള്ളൊരു ഗസലാണ്, ഗുലൂ മേ രംഗ് ഭരി എന്നുള്ള പാട്ട്. അപ്പം അത് പാടിയിട്ട് തുടങ്ങാം. गुलू में रंग
गुलों में रंग भरे बादलों बहार चले चले भी आके गुलशन का कारोबार चले गुलों में रंग भरे बादलों बहार चले कफस उदास है यारो सबा से कुछ तो कहो कफस उदास है यारो सबा से कुछ तो कहो कहीं तो बहरे खुदा आज जिक्र यार चले कहीं तो बहरे खुदा आज जिक्र यार चले चले भी आके गुलशन गुलों में रंग भरे बादलों बहार चले कभी तो सुबह हो तेरे कुंजला से हो आगाज़ कभी तो सुबह हो तेरे से हो आगाज़ कभी तो शब सरे का गुल से मुश्क बारे चले चले भी आके गुलशन का कारोबार चले गुलों में रंग भरे बादलों बहार चले जो हम पे गुजरे सो गुजरी मगर शबे हिजरा
चले चले भी आके गुलशन का कारोबार चले गुलों में रंग भरे बादलों बहार चले चले भी आके गुलशन का कारोबार चले गुलों में रंग भरे बादलों बहार चले में रंग भरे बादलों बहार चले. ഗായത്രി എക്സലന്റ്, താങ്ക് യു. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. എന്താ അതിന്റെ അർത്ഥം എന്താ? ഇത് ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യട്ടെ, സ്പ്രിങ് വന്നു എന്നുള്ളതാണ്, വസന്തകാലമായി. അപ്പം ഇനി ഗാർഡന് അതിൻ്റെ ബിസിനസ്സിലേക്ക് പോകാം എന്നുള്ളതാണ്, കാരോബാർ എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ്. പക്ഷേ ഇതിൻ്റെ ഹിഡൻ മീനിങ് അതെന്താന്ന് വെച്ചാൽ ബിലവഡിന് വേണ്ടി കാത്തുക്കാണ് എന്നുള്ളതാണ്, സ്നേഹിതന് വേണ്ടി കാത്തുക്കാണ്. വസന്തം വന്നു. പിന്നെ അടുത്ത ചാൻസ് എങ്ങനെയാന്ന് വെച്ചാൽ കഫസുദാസ് ഹെ യാരോ സബാസെ കുച്ച് തു കഹോ, അതായത് ബ്രീസ് വന്നു, കാറ്റ് വന്നു. അപ്പോഴും മനസ്സിനുള്ളിൽ ഫുൾ എന്ത്, അതായത് പ്രകൃതിയിലെ എന്ത് പ്രതിഭാസം കാണുമ്പോഴും മിസ് ചെയ്യുന്നത് സ്നേഹിതനെയാണ് അല്ലെങ്കിൽ പ്രിയതമേനെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ. അപ്പം ഇറ്റ്സ് എ വെരി റൊമാൻറ്റിക് സോങ്. അപ്പം ഇനി സാറിൻ്റെ സംഗീതത്തിലേക്ക് കടക്കാം. ഗായത്രി ഇത് പാടിക്കേട്ടപ്പോൾ ഞാനൊരു പുരന്ദരദാസ് ഒരു ഭജൻ മാരി വരണം, ഇതിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഈ പാട്ടിനോട് ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കും. പക്ഷേ ഇതിനും ഒരു രാഗം പറയാനില്ല, ഒരു ഫോക്ക്, പക്ഷേ ഒരു കാമ്പോജി ബേസ്ഡ്. രംഗയ്യനെ കുറിച്ചാണ്, രംഗരാജനെ കുറിച്ചാണ് എപ്പോഴും പുരന്ദരദാസ എപ്പോഴും പാടുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക, ബേസിക്കലി ശ്രീരാമ ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ് എന്നുള്ളതും രാമനെ സ്തുതിച്ചുകൊണ്ടുള്ളതും